നമ്മൾ ഫസ്റ്റ് മോദിഗ്ലാനി ആൻഡ് മില്ലർ തിയറി ഡിവിഡൻഡ് തിയറീസിലാണ് ഫസ്റ്റ് ഇറലവൻസ് തിയറി, രണ്ടാമത്തെ റെലവൻസ് തിയറിയും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇറലവൻസ് തിയറിയിൽ ഒരു തിയറി മാത്രമേ ഉള്ളൂ, മോദിഗ്ലാനി ആൻഡ് മില്ലർ തിയറി. മോദിഗ്ലാനി മില്ലർ തിയറി എന്ന് പറയുന്ന ഡിവിഡൻഡ് പോളിസി ഒരിക്കലും ഫേമിൻ്റെ വാല്യൂവിനെയും ഷെയർ ഹോൾഡേഴ്സ് വെൽത്തിനെയും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുത്താൽ നമുക്ക് ഭാവിയിലേക്ക് നമ്മൾ റീറ്റേൺഡ് ഏർണിങ്സ് നമുക്ക് ക്യാഷ് ഉണ്ടാവില്ല. റിറ്റേൺഡ് ഏർണിങ്സ് നമ്മൾ മാറ്റി വെക്കാതെ നമ്മൾ ഡിവിഡൻഡ് കൊടുത്താൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അതില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം, ക്യാഷ് പിന്നെ ബിസിനസ്സൊക്കെ ഇറക്കേണ്ടി വരും. അതുമായി കുറേ ഷെയറുകളുടെ എണ്ണം കൂടിയിട്ട് ഷെയറിൻ്റെ പ്രൈസ് കുറയും. അങ്ങനെ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് തന്നെ അത് മാർക്കറ്റിന് അങ്ങനെ ഷെയറിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അത് മാർക്കറ്റിൻ്റെ വാല്യൂ കുറയാനും ഇതിനൊക്കെ സാധ്യത ഉണ്ട് എന്നാണ് പറയണത്, ഇല്ലേ? അതാണ് നമ്മൾ മോദിഗ്ലാനി മില്ലർ തിയറിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മുന്നേ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മാത്തമാറ്റിക് പ്രൂഫാണ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കിൽ നമ്മൾ എന്ത് ഫസ്റ്റ് ചെയ്യണത്, ഫേമിൻ്റെ വാല്യൂ കാണാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫേമിൻ്റെ വാല്യൂ കാണാൻ ഇക്വേഷന് B = N+M × P1 ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ N എന്ന് പറയുന്നത് എന്താ? N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. N എന്ന് പറയുന്നത്, M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർ ടു ബി ഇഷ്യൂഡ് എന്നാണ്. അതിൽ M കാണാൻ ഇക്വേഷനാണ് I - E - N × D1 ഡിവൈഡഡ് ബൈ P1 എന്ന് പറയുന്നുണ്ട്. M കാണാൻ ഇക്വേഷന് I - E - N × D1 ഡിവൈഡഡ് ബൈ P1 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുവഴി നമുക്ക് P1 കാണാൻ ഇക്വേഷന് P1 കാണാൻ ഇക്വേഷൻ എന്താ? അപ്പോൾ വിയിൽ N നമുക്ക് തന്നിട്ടുണ്ടാവും. M I - E - N × D1 ഡിവൈഡഡ് ബൈ P1 ആണ് പറഞ്ഞത്. അതിൽ നെക്സ്റ്റ് N എന്ന് പറയുന്നത് എന്താ? അതിൽ എമ്മിൽ കാണുമ്പോൾ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ് N എന്ന് പറയുന്നത്. അതിൽ P1 എന്ന് പറയുന്നത് എന്താ അറിയോ? P1 മാർക്കറ്റ് പ്രൈസ് എൻഡ് ഓഫ് ദ പീരീഡ്. അതിൻ്റെ ഇക്വേഷന് P1 = P0 × 1 + KE - D1. ഓക്കെ അല്ലേ? P0 × 1 + KE - D1. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം, സിംപ്ലി വാല്യൂ ഓഫ് ഫേം ക്യാൻ ബി അസർട്ടൈൻ ഹെൽപ്പ്. ഓക്കെ അല്ലേ? അതിൽ നമുക്ക് K എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലും, D1 എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, എൻഡ് ഓഫ് ദ ഇയറിൻ്റെ ഡിവിഡൻറ്റും, P0 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ദ ബിഗിനിങ് ഓഫ് ദ പീരിയഡ് ആണ്. അപ്പോൾ നമുക്ക് P0 കാണാം. ഇതിൽ നമുക്ക് Kയും Dയും തന്നിട്ടുണ്ടാവും. P0 കാണാൻ ഇക്വേഷനാണ് എന്ത്? D1 മാർക്കറ്റ് പ്രൈസ് ഡിവിഡൻഡ്, എൻഡ് ഓഫ് ദ ഡിവിഡൻറ്റും, P1 മാർക്കറ്റ് പ്രൈസ് എൻഡ് ഓഫ് ദ മാർക്കറ്റ് പ്രൈസും ഡിവൈഡഡ് ബൈ 1 + KE ആണ് P0 കാണാൻ ഇക്വേഷന്. ഈ 4 ഇക്വേഷൻ നമ്മൾ കാണുന്നത്. ആദ്യം നമ്മളെ ഫേമിൻ്റെ വാല്യൂ കാണും. ഫേമിൻ്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടണം? എമ്മും കിട്ടണം. M എന്താ കിട്ടണം? N എന്താ കിട്ടണം? N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിങ്, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ അത് തന്നിട്ടുണ്ടാവും. M കാണാൻ ഇക്വേഷന് I എന്ന് പറയുന്നത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്. E - N × D1 ഡിവൈഡഡ് ബൈ P1. അതുമായി നമുക്ക് എന്ത് കാണണം? ഇനി P1 കാണാൻ ഇക്വേഷന് P0 1 + KE - D1 ആണ്. അതിൽ നമുക്ക് P0 കാണാൻ ഇക്വേഷൻ D1 + P1 ഡിവൈഡഡ് ബൈ 1 + KE. ഈ 4 ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ മോദിഗ്ലാനി മില്ലർ തിയറി നമുക്ക് ശരിക്ക് കാണാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് കൈരളി ഫിനാൻസ് ലിമിറ്റഡ് ഹാസ്
50,000 equity share outstanding as on date. Currently the share of company is beginning traded at the price of 125 per share. It is expected that firm would pay dividend 5 per share the next year. The firm has project in hand requiring new investment 5 lakh. The shareholders expected rate of return 12% and the firm expected to have net profit of 2,50,000 at the end of the year. Illustrate approach that payment of dividend has no impact on the value of firm എന്നാ പറയുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഇത് കൈരളി ഫിനാൻസ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഗിനിങ് ഓഫ് ദ ഇയർ, നമ്പർ ഓഫ് ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 15,000 തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 15,000 ആണ് ഇക്വിറ്റി ഷെയർ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ഡേറ്റ്. അതെന്ന് പറഞ്ഞാൽ എന്നാണ്. കറന്റ്ലി ദ ഷെയർ ഓഫ് ക്യാപിറ്റൽ ബീങ് ട്രേഡഡ് എ പ്രൈസ് ഓഫ് 125 പെർ ഷെയർ. 125 പെർ ഷെയർ പറഞ്ഞിട്ടുണ്ട്. അതെന്താ തന്നിട്ടുള്ളത്? അത് നമുക്ക് 125 P0 ആണ്. P0 എന്ന് പറഞ്ഞാൽ കറന്റ്ലി ഷെയർ ഓഫ് ബീയിങ് ട്രേഡഡ് അറ്റ് ദ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് ഓഫ് ബിഗിനിങ് ഓഫ് ദ പീരീഡ്. മാർക്കറ്റ് പ്രൈസ് ഓഫ് P0 എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ദ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. മാർക്കറ്റ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 125. P0 പറയുന്നത് 125 ആയിരുന്നു എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ദാറ്റ് ദ ഫേം വുഡ് പേ ഡിവിഡൻഡ്. നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്തു. എത്രയാണ് നമ്മൾ ഡിവിഡൻഡ്? D1 എന്ന് പറയുന്നത് 5 ആണ്. ഡിവിഡൻഡ് അടുത്ത വർഷത്തിൽ നമ്മൾ ഡിവിഡൻഡ് കൊടുക്കുന്ന ഓരോ ഷെയറിനും 5 രൂപ വെച്ച് നമ്മൾ എന്ത് കൊടുക്കും? ഡിവിഡൻഡ് കൊടുക്കും. ദ ഫേം ഹാസ് പ്രൊജക്റ്റ് ഹാൻഡ് റിക്വയർഡ് ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്കൊരു ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്. 5 ലക്ഷം രൂപ നമുക്ക് എന്ത് വന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു. ദ ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 12%. എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ 12% ആണ്. 12%. ആൻഡ് ദ ഫേം എക്സ്പെക്റ്റഡ് ഹാവ് നെറ്റ് പ്രോഫിറ്റ്. നമുക്ക് കിട്ടണ എക്സ്പെക്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് 2,50,000 രൂപയാണെന്നും എന്തുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്റ്. അപ്പം അതുകൊണ്ട് നമ്മൾ MM തിയറി വെച്ചാണ്ട് ഡിവിഡൻഡ് കൊടുക്കുമ്പോഴും ഡിവിഡൻഡ് കൊടുക്കാത്തപ്പോഴുള്ള നമ്മൾ ഫേമിൻ്റെ വാല്യൂ കാണണം. അതിൽ ഫസ്റ്റ് തന്നെ ഇപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? N തന്നെ P0, D1, I, K, E ഒക്കെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് ഫേമിൻ്റെ വാല്യൂ കാണണം. ഫേമിൻ്റെ വാല്യൂ ഫസ്റ്റത്തെ നമുക്ക് എന്താ കേസ് പറഞ്ഞുള്ളത്? വാല്യൂ ഓഫ് ദ ഫേം, വാല്യൂ ഓഫ് ഫേം, ഡിവിഡൻഡ് ആർ പെയ്ഡ്. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ, ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അപ്പോൾ എന്താ? ഫേമിൻ്റെ വാല്യൂ കാണാൻ ഇക്വേഷൻ V = N + M × P1. ഇതാണ്. അതിൽ നമുക്ക് N തന്നിട്ടുണ്ട് 15,000. M കാണണം, P1 കാണണം. M കാണണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? I - E - N × D1 / P1 അല്ലേ? P1. അതിൽ നമ്മൾ ആദ്യം എന്ത് കാണണം? അപ്പോൾ M കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് P1 ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം P1 കാണണം. P1 കാണാൻ ഇക്വേഷൻ എന്താണ്? P0 × 1 + KE - D1. KE - D1. P0 എത്ര? P0 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P0 125 × 1 + K എത്ര? 10% മൈനസ് ഡിവിഡൻഡ് എത്ര നമ്മൾ കൊടുക്കുന്നത്? 5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 125
35 രൂപ കിട്ടും. ഇതുവഴി നമ്മൾ എം കാണണ്ടേ? എം കാണാൻ ഇക്വേഷന് മേലെ തന്ന എം ഐ. ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ് എത്ര? ഐ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഐ എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. ഈ ഏർണിങ്സ് എത്ര? 2,50,000 ആണ്. എൻ എന്ന് പറയുന്നത് N 15,000 ആണ്. N 15,000. അതിൻ്റെ താഴെ തന്നെ എഴുതാണ് -15,000 ഇൻറ്റു D1 5 ഡിവൈഡഡ് ബൈ P1. P1 എത്ര? 135 നമുക്ക് കിട്ടിയത്. 135 നമുക്ക് കിട്ടിയത്. അതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 5 ലക്ഷം അവിടെ എടുത്തെഴുതുക. 5 ലക്ഷം നമ്മൾ അവിടെ എടുത്തെഴുതുക. ലാസ്റ്റ് 15,000 ഇൻറ്റു 5 ചെയ്യുക. ആ കിട്ടിയ ഉത്തരത്തിന് 25,000 കൂടെ മൈനസ് ചെയ്താൽ 1,70,500 കിട്ടും. ഡിവൈഡഡ് ബൈ 135 3,20,500 ഡിവൈഡഡ് ബൈ 135 2,407.4 കിട്ടും. അതുവഴി ഫേമിൻ്റെ വാല്യൂ കാണണം. ഫേമിൻ്റെ വാല്യൂ കാണാൻ N+M ഇൻറ്റു P1. നമുക്ക് N എത്ര? N. നെക്സ്റ്റ് നമ്മൾ ഫേമിൻ്റെ വാല്യൂ കാണണം. N+M കാണണം. M ഇൻറ്റു P1 ഇസ് ഈക്വൽ ടു 15,000. N എന്ന് പറഞ്ഞാൽ 15,000. M എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു 2,407.4 ഇൻറ്റു P1 135. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 23,49,999 നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളത് കൗണ്ട് ചെയ്താണ് 23,50,000 രൂപത്തേക്ക് കൗണ്ട് ചെയ്തു. അപ്പോൾ ഫേമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 23,50,000 ആണ്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ കേസിൽ വാല്യൂ ഓഫ് ദ firm dividend are not paid. ഈ മെത്തേഡ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഫേമിൻ്റെ വാല്യൂ കാണാൻ ലക്ഷ്യത്തിന് N+M ഇൻറ്റു P1 കാണും. N+M ഇൻറ്റു P1. ഇതിൽ നമുക്ക് M കാണാം. M കാണാൻ ഇക്വേഷൻ എന്താണ്? M കാണാൻ ഇക്വേഷന് ഇതിൽ നമുക്ക് M തന്നിട്ട് N തന്നിട്ടുണ്ട്. M കാണണം, P1 കാണണം. M കാണാൻ ഇക്വേഷന് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് മൈനസ് E മൈനസ് N D1 ഡിവൈഡഡ് ബൈ P1 ആണ്. ഡിവൈഡഡ് ബൈ P1. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷം. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? P1 കാണണം. P1 കാണാൻ ഇക്വേഷന് നമ്മൾ ആദ്യം തന്നെ നോക്കി P0 ഇൻറ്റു 1 + KE P0 ഇൻറ്റു 1 + KE മൈനസ് D1. ഓക്കെ അല്ലേ? P0 ഇൻറ്റു 1 + KE മൈനസ് D1. P0 നമുക്ക് എത്ര തന്നിട്ടുള്ളത്? P0 നമുക്ക് 125 തന്നത്. 125 ഇൻറ്റു 1 + KE 10%. ഡിവിഡൻറ്റ് നമ്മൾ ഡിവിഡൻറ്റ് ഇവിടെ കൊടുക്കണം. ഡിവിഡൻറ്റ് തീരെ കൊടുത്തിട്ടില്ലെങ്കിലല്ലേ ഡിവിഡൻറ്റിൻ്റെ അവിടെ 0. ഫസ്റ്റ് നമ്മൾ ഡിവിഡൻറ്റ് 6 രൂപ കൊടുക്കണം. 5 രൂപ നമ്മൾ കാണിച്ചു. ഇനി ഡിവിഡൻറ്റ് തീരെ പെയ്ഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 140 ആയിരിക്കും. 140 എത്ര നമുക്ക് കിട്ടണ P1 എന്ന് പറയുന്നത്. 140. നെക്സ്റ്റ് നമ്മൾ അതിൽ കാണണം M എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർ ടു ബി ഇഷ്യൂഡ്. M കാണാൻ ഇക്വേഷന് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് എത്ര? 5 ലക്ഷം മൈനസ് ഏർണിങ്സ് 2,50,000 മൈനസ് N നമ്പർ ഓഫ് ഷെയർസ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് ഓഫ് ദ ഇയർ 15,000 ഇൻറ്റു എത്ര നമ്മളിത് വാങ്ങിയിട്ടുള്ളത്? ഡിവിഡൻറ്റ് തീരെയില്ല. D1 0.
ഡിവൈഡഡ് ബൈ P1 140. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 1785.71 കിട്ടും. ആദ്യം നമ്മൾ ഇത് 15000 ഇൻറ്റു ഇത് 0 കിട്ടും. എന്നിട്ട് ഇതിനെ കൊണ്ട് -2,50,000. അപ്പോൾ 5 ലക്ഷം മൈനസ് 2,50,000, 2,50,000 ഡിവൈഡഡ് ബൈ 140. ഉത്തരം 1785.71 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫേമിൻ്റെ വാല്യൂ കാണണം. n+m ഇൻറ്റു P1 ആണ് എന്ത് കാണാൻ? ഫേമിൻ്റെ വാല്യൂ കാണാൻ ഇക്വേഷന് അല്ലേ? ഫേമിൻ്റെ വാല്യൂ കാണാൻ ഇക്വേഷന് n+m ഇൻറ്റു P1. അതിൽ n 15,000 പ്ലസ് m 1785.71 കിട്ടി. ഇൻറ്റു P1 എന്ന് പറയുന്നത് 140 ഇപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ 23,49,999 കിട്ടും. അതിന് നമ്മൾ എന്ത് 23,50,000 കൗണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ? ഫേമിൻ്റെ വാല്യൂ സെയിം അല്ലേ? അപ്പോൾ അതാണ് പറയണത് മോദിൻലാനി രണ്ട് ഫേമിൻ്റെ 23,50,000 ആണ് ഫേമിൻ്റെ വാല്യൂ. 23,50,000 ആണ് ഫേമിൻ്റെ വാല്യൂ. ഡിവിഡൻഡ് കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഫേമിൻ്റെ വാല്യൂവിലോ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിലോ എഫക്റ്റ് ചെയ്യില്ല എന്ന് അതുകൊണ്ടാണ് മോദിൻലാനി മില്ലർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ?